നമസ്കാരം. ഏവർക്കും കേരള വിഷനിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഷഹീൻ അലി മാനവരം. പ്രധാന വാർത്തകൾ. പാപ്പാഞ്ഞിയുടെ മാതൃകയിലുള്ള ഗവർണറുടെ കോലം കത്തിച്ചു. SFI നേതാക്കൾക്കെതിരെ കേസ്. ഇസ്രായേൽ വ്യോമാക്രമണം. മസ്ജിദുൽ അഖ്സ മുൻ ഇമാം കൊല്ലപ്പെട്ടു. രാമക്ഷേത്രം ഉദ്ഘാടനം. ക്ഷമ ലഭിച്ചത് കോൺഗ്രസിനല്ല സോണിയക്കും ഗാർഗയ്ക്കുമെന്ന് ചെന്നിത്തല. സ്പോർട്സ്. ഏകദിനത്തിൽ വാർണർ ഷോ ഇനിയില്ല. വാർത്തകൾ വിശദമായി. പാപ്പാഞ്ഞിയുടെ മാതൃകയിലുള്ള ഗവർണറുടെ കോലം കത്തിച്ചു. SFI നേതാക്കൾക്കെതിരെ കേസ്. പുതുവർഷ തലേന്ന് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ പാപ്പാഞ്ഞിയുടെ മാതൃകയിലുള്ള ഗവർണർ കോലം കത്തിച്ചതിന് SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. SFI സംസ്ഥാന പ്രസിഡന്റ് K. അനുശ്രീ അടക്കം 5 നേതാക്കൾക്കെതിരെയും 20 പ്രവർത്തകർക്കെതിരെയുമാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത്. ബീച്ചിൽ പുതുവർഷാഘോഷങ്ങൾ നടക്കുമ്പോഴാണ് SFI ഗവർണറുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചത്. 30 അടി ഉയരത്തിലുള്ള കോലമാണ് പയ്യാമ്പലം ബീച്ചിൽ കത്തിക്കാനായി ഒരുക്കിയത്. ദിവസങ്ങളായി സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധമാണ് SFI ഉയർത്തുന്നത്. സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ തിരികെ കയറ്റിയെന്ന് ആരോപിച്ചാണ് SFIയുടെ പ്രതിഷേധം. ഇസ്രായേൽ വ്യോമാക്രമണം. മസ്ജിദുൽ അഖ്സ മുൻ ഇമാം കൊല്ലപ്പെട്ടു. 3 മാസത്തോളമായി ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിയത് 1948 തഖബയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊലയെന്ന് ഗസൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. 2023 മാത്രം ഫലസ്തീൻ അധിനിവേശ മേഖലകളിൽ കൊല്ലപ്പെട്ടത് 22,404 പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 150ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. 300ഓളം ഫലസ്തീനികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ അൽ അഖ്സ പള്ളിയിലെ മുൻ ഇമാമും ഫലസ്തീൻ മുൻ മന്ത്രിയുമായിരുന്ന ഷെയ്ഖ് യൂസുഫ് സലാമയും ഉൾപ്പെടും. 2005-2006 കാലഘട്ടത്തിൽ ഇദ്ദേഹം ഫലസ്തീൻ അതോറിറ്റി മതകാര്യ മന്ത്രിയായിരുന്നു. മധ്യ ഗസയിലെ അൽ മഗാസിയ അഭയാർത്ഥി ക്യാമ്പിൽ വീടിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഷെയ്ഖ് സലാമ കൊല്ലപ്പെട്ടതെന്ന് ഫലസ്തീൻ ന്യൂസ് ഏജൻസി പറഞ്ഞു. രാമക്ഷേത്രം ഉദ്ഘാടനം. ക്ഷണം ലഭിച്ചത് കോൺഗ്രസിനല്ല സോണിയക്കും ഗാർഗയ്ക്കും എന്ന് ചെന്നിത്തല. സോണിയാഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെക്കുമാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം ലഭിച്ചത്. ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമോ എന്ന തീരുമാനം ക്ഷണം ലഭിച്ചവർ പറയട്ടെ എന്നും ചെന്നിത്തല പറഞ്ഞു. അവർ പോകുമോ എന്ന കാര്യം 23-ന് അറിയാം. ആത്മീയകാലത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള BJP ശ്രമം ദൗർഭാഗ്യകരമാണെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. സ്പോർട്സ്. ഏകദിനത്തിൽ വാർണർ ഷോ ഇനിയില്ല. ഓസീസ് താരം ഡേവിഡ് വാർണർ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇന്ത്യക്കെതിരായ ലോകകപ്പ് ഫൈനലാണ് താരത്തിന്റെ അവസാന മത്സരം. ജനുവരി 3-ന് ആരംഭിക്കുന്ന പാകിസ്ഥാൻ പരമ്പരയുടെ ടെസ്റ്റിൽ നിന്ന് വിരമിക്കുമെന്ന് താരം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ലോകകപ്പ് കിരീട നേട്ടത്തിൽ പങ്കാളിയാവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണ് താൻ ഇനി ആഗ്രഹിക്കുന്നതെന്നും സിഡ്നിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വാർണർ പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. പാപ്പാഞ്ഞിയുടെ മാതൃകയിലുള്ള ഗവർണറുടെ കോലം കത്തിച്ചു. SFI നേതാക്കൾക്കെതിരെ കേസ്. ഇസ്രായേൽ വ്യോമാക്രമണം. മസ്ജിദുൽ അഖ്സ മുൻ ഇമാം കൊല്ലപ്പെട്ടു. രാമക്ഷേത്ര ഉദ്ഘാടനം. ക്ഷണം ലഭിച്ചത് കോൺഗ്രസിനല്ല സോണിയക്കും ഗാർഗയ്ക്കുമെന്ന് ചെന്നിത്തല. സ്പോർട്സ്. ഏകദിനത്തിൽ വാർണർ ഷോ ഇനിയില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ വിരാമം വിടുന്നു. നന്ദി, നമസ്കാരം.